പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അഞ്ചൽ അടുത്ത് ഏരൂരിനടുത്ത് അയലറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന പ്രിയ സഹോദരൻ മണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യ, 2 പെൺകുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അഥവാ IPC സഭയോടുള്ള ബന്ധത്തിൽ കുടുംബമായി വർഷങ്ങളായി വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്ന, സഭയിൽ നല്ല സാക്ഷ്യം പുലർത്തുന്ന ഒരു കുടുംബമാണ്. ആ സഭയുടെ ശുശ്രൂഷകൻ എൻ്റെ അടുക്കൽ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ചില നാളുകൾക്ക് മുമ്പ് അല്പം ശാരീരിക ക്ഷീണാവസ്ഥയിലൊക്കെ ആയിപ്പോയി. തുടർന്നുള്ള ടെസ്റ്റുകളും ചികിത്സാ അന്വേഷണങ്ങളും കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിന്റെ കിഡ്നി അല്പം തകരാറിലാണ് എന്നുള്ളൊരവസ്ഥയിലാണ്. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ചികിത്സയ്ക്കായിട്ട് അവർ കടന്നുപോയി. എന്നാൽ ഡോക്ടർ ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത് അവർക്ക് ഡയാലിസിസ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവരെന്നെ ബന്ധപ്പെടാനുള്ള കാരണം, സഭയിൽ വളരെ ചെറിയ കുടുംബങ്ങൾ, 7 കുടുംബങ്ങളോളം ഉള്ളൂ. അവരിൽ പലരും സാധാരണ കൂലിപ്പണിക്കാരൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ അല്പ ചികിത്സയ്ക്കായിട്ട് ചില പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തെങ്കിലും ഇവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കയ്യിൽ അതിന് വേണ്ടുന്ന ആ ഒരു എക്യുപ്മെന്റ്സ്, ഒരു മെഷീൻ ഘടിപ്പിക്കാനായിട്ട് ഏതാണ്ട് 17,000 രൂപയ്ക്കകത്ത് വേണം എന്ന് ശ്രീചിത്രയിൽ നിന്ന് പറഞ്ഞപ്പോൾ അത് വെക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെയാണ് ഈ കുടുംബം നമ്മളെ ബന്ധപ്പെട്ടത്. ഈ സഹോദരന് തുടർ ചികിത്സ ആവശ്യമാണ്. ഈ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നതെങ്കിലും ഇവിടെ വീടിന്റെ സ്ഥിതി കണ്ടപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ പച്ചക്കട്ട കൊണ്ട് ചെയ്ത ഒരു വീടാണ് ഈ കാണുന്നത്. പച്ചക്കട്ട എന്ന് പറയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ തന്നെ നല്ല ഒരു മഴയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു ആ ഒരു അടുക്കള ഭാഗം, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും, അടുക്കള ഭാഗമൊക്കെ ഒരു സൈഡ് കൊണ്ട് ഒളിഞ്ഞു വീഴാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ 2 പേരും പഠിക്കുകയാണ്. എത്രയും മൂത്ത മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്, 2 പെൺകുഞ്ഞുങ്ങളാണ്. പ്രിയ സഹോദരന്റെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വലിയ ആകുലതയുണ്ട്. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തിൽ അവർ ദൈവമക്കളെ ബന്ധപ്പെടുകയും കൈത്താങ് കൂട്ടായ്മയെ ബന്ധപ്പെടുകയും പ്രതീക്ഷയോടെ അവരായിരിക്കുകയാണ്. അതെ, അവരുടെ സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ കർത്താവിന്റെ ദാസൻ ഒരു വാക്ക് അവരെ കുറിച്ച് പറയും. അത് നമുക്ക് കേൾക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ക്രിസ്തുവിൽ വന്ദനം. ഞങ്ങളുടെ സഭയിലുള്ള ഒരു ആത്മീയ കുടുംബമാണ് പ്രിയ മണിച്ചായനും കുടുംബവും. അവര് വളരെ ഉത്സാഹത്തോടെ ദൈവിക ആരാധനയിൽ പങ്കെടുത്തു വരുന്നു. ഞാനിവിടെ വന്ന് ചാർജ് എടുത്തിട്ട് ഏകദേശം 10 മാസത്തോളമായി. വന്ന് 2 മാസം കഴിഞ്ഞപ്പോഴേ ശരീരത്തിൽ വേണ്ടത്ര സുഖമില്ലാതെ ഭാരപ്പെട്ടു. കൂലിവേല ചെയ്താണ് ഈ പ്രിയ സഹോദരനും കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പ്രിയ ബഹുമാനി പാസ്റ്റർ പറഞ്ഞതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിലാണെന്ന് അറിയുവാനിടയായി. അത് ചികിത്സയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സാമ്പത്തിക സഹായമുള്ള ചെയ്യാൻ സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സഭ എന്ന് പറയുന്ന പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ ചെറിയ സഭയാണ്. ഞങ്ങളാൽ ആവോളം സഹായങ്ങൾ ചെയ്തു എങ്കിലും അതൊന്നും തികയത്തില്ല. എന്തുകൊണ്ടും പ്രിയ സഹോദരൻ ഇങ്ങനെ ഒരു സഹായത്തിന് യോഗ്യതയാണെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഭയിൽ വളരെ നല്ല സാക്ഷ്യത്തോടെ പോകുന്ന ഈ കുടുംബത്തെ കൈത്താങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും കൈത്താങ്ങലിലൂടെ അവരുടെ ചികിത്സയ്ക്കും അവരുടെ വീടിന്റെ സ്ഥിതിക്കും കുഞ്ഞുങ്ങളുടെ മുമ്പോട്ടുള്ള ഭാവിക്കുമൊക്കെ ഒരു കരുതൽ ദൈവം നൽകും എന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവമക്കളുടെ കരങ്ങളിലേക്ക് കഴിഞ്ഞ അനേക കുടുംബങ്ങളെ ഏൽപ്പിച്ച പോലെ ഈ കുടുംബത്തെയും ഏൽപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ കൈത്താങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.